അപ്പോൾ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ ലൈവ് കാണില്ല, പക്ഷേ ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാണുന്നുണ്ട്. അല്ലാതെ ഞാൻ ഇപ്പം കാണുന്നില്ല. കാരണം ഇപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. പലപ്പോഴും വീക്കെൻഡ് എപ്പിസോഡുകളൊക്കെ അപ്പോഴത്തെ എപ്പിസോഡുകളിലൊന്നും വലുതായിട്ട് രസകരമായ സംഭവങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത്. പിന്നെ എൻ്റെ ഒരു തിരക്കേറെ ലൈഫ് ഉള്ളത് കൊണ്ടാണ് ഞാനത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത്. അല്ല, നമ്മൾ ഈ ആദ്യ സീസൺ തൊട്ട് കാണുമ്പോൾ ദിവ്യമായ കുറേ പ്രണയങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏറ്റവും ലാസ്റ്റ് ഒരു സീസൺ എടുക്കുമ്പോൾ ഈ ജാസ്മിൻ ഗബ്രി ഒരു പ്രണയമാണെങ്കിലും പക്ഷേ ആൾക്കാർക്ക് അതൊരു വൾഗറായിട്ടുള്ളൊരു പ്രണയമായിട്ട് തോന്നുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? പലപ്പോഴും നമ്മളൊരു റിയാലിറ്റി ഷോയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ജെന്യൂൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇതാണ് പുറത്തെ ലൈഫ് എന്ന് പറയുമ്പോഴും അതിലെല്ലാ മനുഷ്യരെയും ഈ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിന് വേണ്ടി വരില്ല. കാരണം ഞാനിപ്പോൾ പുറത്ത് ഭയങ്കരമായിട്ട് തെറി പറയുന്ന ഒരാൾ, ഭയങ്കരമായിട്ട് ജസ്റ്റേഴ്സ് കാണിക്കുന്ന ഒരാളായിട്ട് ഞാൻ എപ്പോഴും എന്നെ ഉപമിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ കാണിക്കുന്നല്ല, അങ്ങനെ കാണിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ എന്നെ ബിഗ് ബോസിന് എടുക്കുന്നുണ്ടാവില്ല. അതൊക്കെ ഫിൽറ്റർ ചെയ്ത് നമ്മൾ കുറച്ചും കൂടി ഇമേജ് കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ ബിഗ് ബോസിൽ നിൽക്കുന്നത്. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് മേക്കപ്പ് ഇട്ടല്ല ഒരു ആളും ഡെയിലി ലൈഫിൽ നിൽക്കുക. പക്ഷെ നമ്മൾ ബിഗ് ബോസ് നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഫിൽറ്റേഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു സ്പേസിൽ പോലും, അല്പമെങ്കിലും ഫിൽറ്റർ നിൽക്കേണ്ട സ്പേസിൽ പോലും എന്ന് പറയുമ്പോൾ നമ്മൾ ഫേക്ക് ആകണം എന്നല്ല, റിയൽ ആയിരിക്കണം. റിയലിൽ പോലും നമ്മൾ കുറച്ചും കൂടി റിയാലിറ്റി ഷോ എന്നുള്ള ബോധത്തോടു കൂടി നിൽക്കേണ്ട ആൾക്കാരായിരുന്നു ജാസ്മിനും ഗബ്രിയും. അവരത് നിന്നില്ല. അത് നിൽക്കാത്തതിൻ്റെ പക്ഷം അവർ ഇപ്പോൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സൈബർ അടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. ജാസ്മിന്റെ വൃത്തിയില്ലായ്മ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പൊതുവെ ഈ ബിഗ് ബോസിൽ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അതിനോടൊക്കെ എങ്ങനെയാണ്? കുറച്ച് ഹൈജീനിക് ആകണം. നമ്മളിപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെയാണ്, ചിലപ്പോൾ ഞാൻ വീട്ടിൽ ന്യൂഡായിട്ട് ഞാൻ നടക്കുന്ന ആളായിരിക്കും. പക്ഷെ അതുപോലെ എനിക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ചും കൂടി ചില സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ കംഫർട്ടബിൾ സ്പേസിൽ നമ്മൾ അതുപോലെ നിൽക്കാൻ ശ്രമിക്കണം. ഹൈജീൻ എന്നുള്ള വിഷയം അത് ബേസിക് സാധനമാണ്. അത് വീട്ടിൽ നിന്ന് പഠിക്കാത്തതിൻ്റെ വലിയൊരു കുറവ് ഉണ്ടെന്നുള്ളത്. ഇപ്പൊ ഈ സിബിൻ പുറത്താക്കിയതാണ്, ബിഗ് ബോസ് പുറത്താക്കിയാണെന്ന് പറയുന്നു. അപ്പോൾ അതിനകത്തൊരു ഫേവറിസം അല്ലെങ്കിൽ ജാസ്മിൻ ഇപ്പോൾ ഗബ്രി അവർ കാണിക്കുന്ന ഈ പ്രണയം ഒക്കെ സ്ക്രിപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു ആരോപണം ഈ ജാസ്മിന് വേണ്ടി ബിഗ് ബോസ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതിനെന്താണ് നോക്കിയാണെന്ന്? എല്ലാ കാലത്തും ബിഗ് ബോസിൽ പുറത്തിറങ്ങുന്ന ഒരു വ്യക്തി കണ്ടസ്റ്റന്റ് എപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണ് സ്ക്രിപ്റ്റഡ് ഷോ ആണോ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരിക്കും മുൻപ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അഖിൽ മാരാർ എന്ന ഒരു വ്യക്തിനെ വിജയിപ്പിക്കാനായിട്ട് ആ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് നാദർ നിന്നിട്ടില്ല. എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല. അത് പറയാത്തോടത്തോളം കാലം എൻ്റെ സീസണിൽ എനിക്ക് പറയാൻ പറ്റും ഇത് സ്ക്രിപ്റ്റഡ് ഷോ അല്ല എന്നുള്ളത്. ഇപ്പം ഇതിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്കും തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ വിശ്വാസ്യത എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്കും മനസ്സിലായി. അത് ആ വിശ്വാസ്യത നേടിയെടുക്കേണ്ടത് ബിഗ് ബോസിൻ്റെ കടമയാണ്. പലപ്പോഴും പുറത്തിറങ്ങിയ പലരും ഈ വിഷയങ്ങളിൽ ജാസ്മിനോട് ബിഗ് ബോസ് ഫേവറിസം കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്കത് തോന്നിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് പലരും കമൻറ്റിലൂടെ പറയുന്നുണ്ട്. അഖിൽ കാണിച്ചൊരു ധൈര്യത്തെ ഞാൻ ആ ധൈര്യത്തെ അംഗീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു തുറന്ന പരാമർശം നടത്താൻ കാണിച്ചു തരും. പക്ഷേ അതൊരു കൂട്ടം മനുഷ്യരെ ആക്ഷേപിച്ചുകൊണ്ടാകരുത്. പ്രത്യേകിച്ച് സീസൺ 5 പലരും സ്ത്രീകളിൽ ആദ്യം ജനറലൈസ് ചെയ്ത് പറഞ്ഞു, പിന്നെ അതിൽ ചിലർ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം വാലിഡ് ആണെന്നുള്ളത്. അത് അഖിൽ പറയുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ തെളിവുണ്ടെന്ന്. തെളിവ് തരാത്ത പക്ഷം അതൊരു എന്താ പറയുക, ആരോപണം മാത്രമാണ്. അതിനെ ആ ആരോപണം എന്തെങ്കിലും തെളിവായിട്ട് വരുന്ന സമയത്ത് നമുക്കത് വിശ്വസിക്കാം. അതിനപ്പുറത്തേക്ക് അഖിലല്ല അത് പറയേണ്ടതും, നേരെ മറിച്ച് അതിൽ ബന്ധപ്പെട്ട സ്ത്രീകളാണ് വിഷയം സംസാരിക്കേണ്ടതും. പക്ഷേ ഇത്രയും പറയാൻ കാണിച്ച ധൈര്യം എന്തുകൊണ്ട് ആ വ്യക്തികളുടെ പേര് പറയാൻ കാണിക്കുന്നില്ല എന്നുള്ള സങ്കടം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യനെറ്റിലെ ആരുടെയൊക്കെ ഉള്ളിലൊരു ഇതുള്ളതുപോലെ ഗ്രഡ്ജുള്ളതുപോലെ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവരുടെ പേര് സധൈര്യം തുറന്നു പറയാൻ അഖിലെ ഒരു തയ്യാറെടുപ്പ് കാണിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടവും കൂടിയുണ്ട്. കാരണം എനിക്ക് നിരന്തരം എൻ്റെ പേഴ്സണൽ മെസ്സേജിലേക്ക് നീയല്ലേ ആ ഏഷ്യനിലെ ആളുകളോട് കൂടെ പോയതെന്നുള്ള കമൻറ്റുകളും മെസ്സേജുകളും എനിക്കുണ്ട്. ട്രാൻസ് വനിതയായ എനിക്ക് അത്തരത്തിലുണ്ടെങ്കിൽ എൻ്റെ കൂടെ മത്സരിച്ച മത്സരാർത്ഥികൾ വനിതകളായിരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം സൈബർ ബുള്ളിങ്ങും ഇല്ല എത്രത്തോളം അവർ ഒരു തെറ്റിൻ്റെ നിഴലിൽ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എനിക്ക് ഒരു തരത്തിലും അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. നാദിരയുടെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സംഗതി അവിടെ നടക്കുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോയിൽ. ഈ പറഞ്ഞിടത്ത് ഇതിന് പിറകെ ഇത്തരം വിഷയങ്ങൾ നടന്നതായിട്ട് മുൻകാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ എൻ്റെ മുന്നിൽ അത് തെളിവടക്കം ഇല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ഒരു കൃത്യമായ രീതിയിൽ ഞാൻ ഇത് വിശ്വസിക്കുന്നു എന്ന രീതിയിലേക്ക് എത്താനുള്ള എന്തെങ്കിലും കാരണം എനിക്കുണ്ടായില്ല. പലപ്പോഴും ഇത്തരം വിവാദങ്ങളിൽ വരുന്ന സ്ത്രീകൾ അത് ചിലപ്പം അവർ തുറന്നു പറയാത്തോടത്തോളം കാലം അതൊരു കൺസേൺ ആണ്. രണ്ടുപേരുടെ സമ്മതങ്ങളിൽ നടക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിൽ മൂന്നാമതൊരാളെ എനിക്ക് പങ്കില്ല. അവർക്കത് ബുദ്ധിമുട്ടായി വരുന്ന ഇല്ലെങ്കിൽ നമ്മൾ സിനിമകളിൽ കാണുന്ന കാസ്റ്റിംഗ് കൗച്ചാണ് അവിടെ നടക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും സൊസൈറ്റിയിൽ വരണം, സംസാരിക്കണം, അതൊരു വിഷയമാക്കണം. അതിന് ഈ പറഞ്ഞ അതിൽ ബന്ധപ്പെട്ട ആളുകൾ തന്നെ തോന്നുന്നു പറയുകയും വേണം. പക്ഷേ ഇത് ആരുടെങ്കിലും പേര് അഖിൽ അങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ അതിന് പിറകിൽ അനുഭവിക്കേണ്ടി വരുന്ന ഞാനടക്കമുള്ള ആളുകളാണെന്നുള്ളതാണ്. അതങ്ങനെ പറയുന്നത് ഭയങ്കര മോശമായിപ്പോയി.